വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ ഓടുകയാണ്. ഓ, അതിന് ഇത്ര സന്തോഷം. രണ്ട് വാക്ക്. ഇത്രയും സിനിമകൾ ഇറങ്ങിയെങ്കിലും ധ്യാന്റെ ഒരു കഴിവ് പുറത്തു കൊണ്ടുവരാൻ ചാനൽ ഏതാ? റീച്ച് ഇല്ലല്ലോ. ഇനിയിപ്പൊന്നും പറയാൻ പറ്റില്ല. രണ്ട് വാക്ക്. ഇത്രയും സിനിമകൾ ഇറങ്ങിയെങ്കിലും ധ്യാന്റെ ഒരു കഴിവ് പുറത്തു കൊണ്ടുവരാൻ ചാനൽ ഏതാ? റീച്ച് ഇല്ലല്ലോ. പറയാനുള്ള ചോദ്യങ്ങൾ എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. അതല്ല, ഏട്ടനും കൂടെ വരണം. ഇപ്പൊ വരും. റെസ്റ്റ് എടുത്തോ. ആദിപ്പിൻ വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ ഓടുകയാണ്. ഓ, അതിന് ഇത്ര സന്തോഷം. ഈടായിട്ട് ഞാൻ ക്ലോസപ്പിലാണ് കൂടുതലും. ഒന്ന് കണ്ടോട്ടെ. നിങ്ങള് ഈ സിനിമ കഴിഞ്ഞിട്ടുണ്ടാവുക അപ്പോഴുണ്ടാവുക. അപ്പൊ പറയാം. ഞങ്ങൾ പലരും ഉണ്ടാവില്ല. പടം കണ്ടാ? കണ്ടില്ല. കേറിക്കോടാ. സീറ്റ് ബാക്കി ആവണം കേറിക്കോട്ടെ. എടാ, ഞാൻ വന്ന ആൾക്കാരൊക്കെ ഒന്ന് കണ്ടോട്ടെ. കുറെ ആൾക്കാരൊന്നും കാണുന്നില്ല. ആരെങ്കിലും ഒക്കെ വിളിച്ച ആൾക്കാരൊക്കെ. അവരുടേതായ സ്പേസ് ഉണ്ട്. എല്ലാവരും നന്നായി ചേരുന്നു പറയുന്നു. ധ്യാൻ്റെ മികച്ച പ്രകടനമാണെന്ന് പറയുന്നു. ഇനി കണ്ടിട്ട് ബാക്കി പറയാം. ഓക്കെ. അല്ല, ഇതൊക്കെ തന്നെയാണ്. ഞാൻ ഫസ്റ്റ് ഇവിടെ ഷൂട്ടിലായിരുന്നു, ഇപ്പം എത്തിയതേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും കണ്ടു കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുകയായിരിക്കും കുറേ നല്ലത്. ഞങ്ങൾ സംസാരിക്കാതെ തന്നെ ഓഡിയൻസ്, നാട്ടുകാർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതാണ് ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയം. അത് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും ആവേശത്തോടെ കാണുന്നു എന്നാണ് കേൾക്കുന്നത്. ആവേശമില്ലല്ലോ. എന്തെങ്കിലും ചെറിയൊരു ഫൈറ്റും കൂടെ തന്നിട്ട്
കടി കൊടുക്കുന്നുണ്ട് ബൈക്ക് ആവശ്യം അല്ല എങ്കിലും പ്രേക്ഷകർ കണ്ട് ഞാൻ കണ്ടു ഈ ജാനേട്ടനെ കൊണ്ട് ഇവിടെ ഉള്ളത് പറയുന്നത് ബേസിലിനെ പറ്റി വിവരമൊന്നുമില്ല. ബേസിൽ രാവിലത്തെ ഷോ കണ്ടിട്ട് തകർന്ന് എന്റെ പെർഫോമൻസ് കണ്ട് തകർന്ന് ഏതോ ഒരു തൃശ്ശൂർ ഭാഗത്ത് ലോഡ്ജിൽ റൂം എടുത്തിട്ട് ഇപ്പൊ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. തകർച്ചയിലാണ് അങ്ങനെ കണ്ടുകിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടുകിട്ടുന്നതിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ എടാ മോനെ ബേസിലെ തൂക്കിടാ അങ്ങനെ മടങ്ങി വരും. ഇവിടെ ഉണ്ടെങ്കിൽ തരണം കേട്ടോ. കണ്ടല്ലേ എന്തെങ്കിലും ചെറിയ വേഷം കൊടുത്ത് ഇല്ല നീ അവിടെ പോയിട്ട് എല്ലാവർക്കും നീപ്പോഴും തൂക്കിയോ എന്ന് ഞാൻ കേട്ടു. അതിനിടയിൽ ഒരുത്ത കടന്നു വന്നിട്ട് വിഷ്ണു നൈസ് ഇന്റർവ്യൂസ് വരുന്നവരടുത്തൊക്കെ നോക്കിയോ പക്ഷെ പറഞ്ഞവരെല്ലാം പറഞ്ഞു ഞാൻ ഫൈനലി ഒരു വിജയനായകനാവുന്നതിന്റെ സന്തോഷമുണ്ട്. വർഷങ്ങൾക്ക് ശരിക്കും സത്യം പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം എന്റെ കമ്പാക്ക് നമ്മുടെ മൊത്തല്ലേ. ഞാൻ അതിന്റെ താഴെയില്ല അശ്വതിന്റെ താഴെ താങ്ക് യു കോക്ക്. പക്ഷെ അശ്വതിന് മനസ്സിലില്ല ഞാനത് 4 ഉള്ളൂ. ആണോ? നല്ല ഡയറക്ടേഴ്സ് നല്ല തിരക്കഥയായിട്ട് വന്ന അധ്വാനശീലനായിട്ടുള്ളത് അന്നയും കണ്ടുകൂടെ. ഡയറക്ടർ സെക്ടർ നല്ല ഡയറക്ടറിനോട് വർക്ക് ചെയ്യുമ്പോൾ നല്ലോ അതല്ലേ ഉള്ളൂ. ഡയറക്ടേഴ്സ് വിളിക്കട്ടെ അല്ലേ?